ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്വം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ. ദൈവത്തിൻ്റെ വചനം യിരെമ്യാവിൻ്റെ പുസ്തകം 24-ാം അധ്യായം 6-ാമത്തെ വാക്യം. ഞാൻ എൻ്റെ ദൃഷ്ടി നന്മയ്ക്കായി അവരുടെ മേൽ വെച്ച് അവരെ ഈ ദേശത്തേക്ക് വീണ്ടും കൊണ്ടുവരും. ഞാൻ അവരെ പണിയും, പൊളിച്ചു കളയുകയുമില്ല. യഹോവയായ ദൈവം ഇസ്രായേലിനോട് ബന്ധപ്പെട്ട് യിരെമ്യാ പ്രവാചനങ്ങളിലൂടെ ബാബേൽ പ്രവാസത്തിലേക്ക് പോയ ജനത്തിന് കൊടുക്കുന്ന ചില ആശ്വാസ വചനങ്ങളും മാത്രമല്ല, ദൈവം ഇന്നും അവരോട് കരുണ കാണിക്കുന്നു, അവരെ മടക്കിക്കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു എന്ന പ്രത്യാശയുടെ വാക്കുകളുമൊക്കെ യിരെമ്യാവിലൂടെ ഇസ്രായേൽ ജനത്തിന് ലഭിക്കുന്ന അനുഗ്രഹീതമായ സന്ദേശമാണ് ഈ പകൽക്കാലം ധ്യാന ചിന്തയിലൂടെ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇവിടെ ഒന്നാമത്തെ ചിന്ത എന്നുള്ളത്, ദൈവം പണിയുന്ന ദൈവമാണ്. നശിപ്പിച്ചു കളയുവാനും തകർത്ത് കളയുവാനും ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് ഈ വചനത്തിലൂടെ നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയും. ദൈവം എക്കാലത്തും പണിയുവാനാണ് ആഗ്രഹിക്കുന്നത്. ബാബേലിലേക്ക് ദൈവം അവരെ അയക്കുമ്പോഴും ദൈവത്തിൻ്റെ ആഗ്രഹം എന്നുള്ളത്, സ്വന്തം ദേശമായ ഇസ്രായേലിൽ അവർ വസിക്കുമ്പോൾ അവർക്ക് ദൈവം നന്മയാണ്, അനുഗ്രഹമാണ്, ഉയർച്ചയാണ്. ഹോശിയ പ്രവാചകന്റെ ഭാഷയിൽ പറഞ്ഞാൽ എണ്ണയും വീഞ്ഞും എല്ലാം ദൈവമാണ് അവർക്ക് കൊടുത്തത്. പക്ഷേ ആ കൊടുത്ത ദൈവത്തിൽ അവരാശ്രയിക്കാതെ അവരുടെ ധനസമൃദ്ധിയിൽ ആശ്രയിച്ചു പോകുന്ന ആ ജനത്തെ ശാസനാരൂപത്തിൽ ഹോശിയ പ്രവാചകനൊക്കെ പ്രവചിക്കും, നമുക്കറിയാം. അപ്പോൾ ഇന്ന് പകൽക്കാലം പണിയുന്ന ദൈവത്തെക്കുറിച്ചാണ് നാം അറിയേണ്ടത്. പണിയുന്ന ദൈവം. രണ്ടാമതായിട്ട് നാം മനസ്സിലാക്കേണ്ട ഒരു ഭാഗം, വീണ്ടും അവരെ മടക്കിക്കൊണ്ടുവരുമെന്ന്. എന്ന് വെച്ചാൽ ദൈവം വീണ്ടും അവസരം കൊടുക്കും. ദൈവം ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് വീണ്ടെടുത്താണ് ഈ കനാനിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചത്. ആവർത്തന പുസ്തകത്തിലൊക്കെ മോശയിലൂടെ ഇസ്രായേലിന് പ്രബോധനം കൊടുക്കുമ്പോൾ പറയുന്നത്, നിങ്ങൾ ഈ ദേശത്ത് വസിക്കുമ്പോൾ ഇത് തന്ന ദൈവമാണെന്ന് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണമെന്ന്. പക്ഷേ കാലം കഴിഞ്ഞപ്പോൾ അവർ യഹോവയെ മറക്കുകയും, യെശയ്യാ പ്രവാചകൻ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: കാള തൻ്റെ ഉടയവനെയും കഴുത എൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല, എൻ്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. എന്ന് വെച്ചാൽ ആഹാരം കൊടുക്കുന്ന, വെള്ളം കൊടുക്കുന്ന ഒരു യജമാനനെ കഴുത അറിയുന്നു, കാള അറിയുന്നു. പക്ഷേ ആ ഉടയവനെ, ആ യജമാനനെ ഇസ്രായേൽ അറിയുന്നില്ല എന്നുള്ള വാക്കാണ് നമ്മുടെ കാണുന്നത്. അപ്പോൾ ദൈവമക്കളെ സ്തോത്രം, ദൈവം മുന്നറിയിപ്പുകൾ കൊടുത്തിട്ടും അത് അവഗണിച്ച അവരെ ബാബേൽ രാജാവ് വന്ന് അവരെ തോൽപ്പിച്ച് ബാബേലിലേക്ക് കൊണ്ടുപോയി അവിടെ പാർപ്പിക്കുമ്പോഴും ദൈവത്തിൻ്റെ ദൃഷ്ടി നോക്ക് ഇപ്പോഴും ബാബേൽ രാജാവിൻ്റെ തൻ്റെ ജനത്തിൻ്റെ മേല ഇരിക്കുന്നത്. അവിടെ പറയുകയാണ്, നീ ശ്രദ്ധിക്കുക, നല്ല അത്തിപ്പഴം നീ ശ്രദ്ധിച്ചതുപോലെ, പ്രൈസ് ദി ലോർഡ്, ബാബേലിലേക്ക് പോയ ചിലരുടെ മേൽ ഞാൻ ദൃഷ്ടി വെക്കും. എങ്ങനെയാണെന്നറിയാമോ? നന്മയ്ക്കായി അവരുടെ മേൽ ദൃഷ്ടി വെക്കും. അപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ ദൃഷ്ടി നന്മയ്ക്കായി വെക്കുന്നു. മാത്രമല്ല, വീണ്ടും സ്വദേശത്തേക്ക് ഞാൻ മടക്കിക്കൊണ്ടുവരും. അപ്പോൾ ഈ ചിന്തയിൽ 2-3 ചിന്തകൾ മാത്രം ഞാൻ എടുത്ത് മറ്റൊരു ഭാഗത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന്, നമ്മുടെ ദൈവം പണിയുന്ന ദൈവമാണ്, നശിപ്പിച്ചു കളയുന്ന ദൈവമല്ല. 2, പ്രൈസ് ദി ലോർഡ്, വീണ്ടും അവസരം കൊടുക്കുകയും ചെയ്യും.
എന്ന് വെച്ചാൽ ഒരിക്കൽ അവർ ദൈവത്തിനു വേണ്ടി നിൽക്കുവാൻ ദൈവം അവരെ കൊണ്ടുവന്നതാണ്. അവർ നിൽക്കാതിരുന്നപ്പോൾ ദൈവം അവരെ ബാബേലിലേക്ക് പറിച്ചു കളയും. എന്നാൽ വീണ്ടും ബാബേലിൽ നിന്ന് തിരിച്ച് വരാൻ ദൈവം അനുദപിക്കുന്നതിന് വേണ്ടി അവിടെ വെച്ച് ദൈവത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്നൊരു വ്യക്തിക്ക്, അല്ലെങ്കിൽ എണ്ണയും വീഞ്ഞും വർദ്ധിപ്പിച്ചതും ഹല്ലേലൂയ സ്തോത്രം ആഹാരം കൊടുത്തതുമൊക്കെ ദൈവമാണെന്ന് ബോധ്യം വരുത്തുന്ന ഒരവസരം മാത്രമായി ബാബേലിലെ ജീവിതം ദൈവർക്ക് കൊടുക്കുക. എന്നാൽ അനുദപിക്കുന്നുവെങ്കിൽ ദൈവമാണ് ഞങ്ങളെ ഈ ദേശത്ത് കൊണ്ടുവന്നത്, ഞങ്ങളെ ഇവിടെ പാർപ്പിച്ചത്, ഞങ്ങളുടെ പാപമാണ് ഇതിൽ നിന്ന് ഞങ്ങളെ പറിച്ച് ഈ ദേശത്തു നിന്ന് കളഞ്ഞു എന്നൊരു ബോധ്യം കൊടുക്കുന്നവർക്ക് വീണ്ടും മടങ്ങി വരുവാൻ അവസരം ദൈവം കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. മൂന്നാമതായിട്ട് അവിടെ ചിന്ത, നന്മയ്ക്കായി ദൃഷ്ടി ദൈവം വെക്കുന്നു. അപ്പം നമ്മുടെ ദൈവത്തിൻ്റെ ദൃഷ്ടി നന്മയ്ക്കായിരിക്കുന്നു. എന്നാൽ നോക്കണം, യോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് പിശാച് ഒരുവന്റെ മേൽ ദൃഷ്ടി വെക്കുന്നത് തിന്മയ്ക്കായിട്ട്. യോബിൻ്റെ പുസ്തകം അതിന് വ്യക്തമായ അടയാളമാണ്. കാരണം നമ്മൾ നോക്ക്, യോബിൻ്റെ ജീവിതത്തിൽ ഈ ഭവനത്തിലേക്ക് പിശാച് ദൃഷ്ടി വെച്ചപ്പോൾ അവനുള്ളത് മുഴുവൻ നശിപ്പിച്ചെന്ന്. അവനെ, അവൻ്റെ കുടുംബത്തെ, അവൻ്റെ തലമുറയെ, അവൻ്റെ സമ്പത്ത്, അവൻ്റെ ശരീരത്തെ മുഴുവൻ നശിപ്പിക്കുന്ന പിശാചിൻ്റെ ദൃഷ്ടിയെക്കുറിച്ച് അവിടെ കാണുവാനായത്. അപ്പോൾ ഇവിടെ നോക്ക്, ദൈവം ദൃഷ്ടി വെക്കുന്ന നന്മയ്ക്കായിട്ട്. സങ്കീർത്തനത്തിലൊരു ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, 32:8 പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൻ്റെ ദൃഷ്ടി പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നമുക്ക് ആലോചന പറഞ്ഞു തരുമെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ ദൃഷ്ടി ആലോചന പറഞ്ഞു തരുമ്പോൾ, ദൈവത്തിൻ്റെ ദൃഷ്ടി നന്മയ്ക്കായി വെക്കുമ്പോൾ, പിശാചിൻ്റെ ദൃഷ്ടി നമ്മുടെ മേൽ നന്മയ്ക്കല്ല തകർച്ചയ്ക്കും ദോഷത്തിനുമൊക്കെയായി തീരുന്നു എന്നതും ഈ പകൽക്കാലം നാം ചിന്തിക്കേണ്ടിയിരിക്കും. ഞാൻ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ഈ 3 പദങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഉരുവിടുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം പണിയുന്നവനാണ്, നശിപ്പിക്കുന്നവനല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം എപ്പോഴും ഒരു മനുഷ്യനെ പണിതെടുത്ത് ഏറ്റവും നല്ലതാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിച്ചത് ഇങ്ങനെയാണ്, വീണ്ടും അവസരം കൊടുക്കുന്നത്, വീണ്ടും സ്തോത്രം അനുദപിക്കുന്നവൻ, ഇത് ഈ ദൈവമാണ് എനിക്ക് വേണ്ടി ചെയ്തതെന്നുള്ള ബോധ്യം വന്ന് ദൈവത്തിലേക്ക് മടങ്ങി വന്നാൽ വീണ്ടും ദൈവം അവസരം കൊടുക്കും. ഇസ്രായേലിലെ ദൈവം വീണ്ടും ആ ദേശത്ത് കൊണ്ടുവന്ന് ഇവിടെ പാർപ്പിക്കും. മൂന്നാമതായിട്ട് ചിന്തിച്ചത് ഇങ്ങനെയാണല്ലോ, ദൈവത്തിൻ്റെ ദൃഷ്ടി നമ്മുടെ മേൽ എപ്പോഴും തൻ്റെ ഭക്തന്മാരുടെ മേൽ നന്മയ്ക്കായിരിക്കും. ഹല്ലേലൂയ. പകൽക്കാലം ദൈവത്തിൻ്റെ ദൃഷ്ടി നമ്മുടെ മേൽ നന്മയ്ക്കായി വരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏതെങ്കിലും മേഖലകളിൽ ദൈവത്തിന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ കർത്താവ് വീണ്ടും അവസരം തരുന്നവനാണ്. അനുദപിച്ച് അവൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്ന് അനുഗ്രഹം പ്രാപിപ്പാൻ കർത്താവ് ഇടയാക്കട്ടെ എന്ന് പറഞ്ഞ് ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. പരിശുദ്ധനായ ദൈവമേ, നീച്ചനായ കർത്താവെ, അങ്ങയുടെ ജനത്തെ വചനം വെച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവ് വീണ്ടും അവസരം കൊടുക്കുന്നു, പണിതെടുക്കുന്നു, നന്മയ്ക്കായി ദൃഷ്ടി വെക്കുന്ന അങ്ങയുടെ കരത്തിലേക്ക് പൂർണ്ണമായി ഞങ്ങളെ സമർപ്പിക്കും. ദിനം ഒരു അനുഗ്രഹത്തിന് ദിനമാകട്ടെ. മഹത്വം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ദിനം ദൈവത്തിന് തരട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.